KMCC വീണ്ടും ചരിത്രം കുറിക്കുകയാണ് വീൽ ചെയർ വിങ്ങിലൂടെ. മാഷാ അല്ലാഹ്, ഏകദേശം 100ഓളം ഹജ്ജാജിമാരെ വീൽ ചെയറിലൂടെ തവാഫും സയ്യും ചെയ്ത് വിജയം കണ്ടെത്തിയിരിക്കുകയാണ് മക്ക KMCCയുടെ വീൽ ചെയർ വിങ്ങിന്റെ ആളുകൾ. നമ്മുടെ ഇപ്പം വീൽ ചെയറിന്റെ കോർഡിനേഷൻ കുഞ്ഞാപ്പ പൂക്കോട്ടൂർ സാഹിബ് നമ്മുടെ കൂടെ ഉണ്ട്. നമുക്ക് ചോദിച്ചറിയാം ഈ വർഷത്തെ വീൽ ചെയർ വിങ്ങിനെ കുറിച്ചുള്ള വിശേഷങ്ങൾ. ഈ വർഷത്തെ വീൽ ചെയർ വിങ് ഏതാണ്ട് 200ഓളം ഹാജിമാരെ ഹജ്ജ് തുടങ്ങി അന്നു മുതൽ ഇന്ന് വരെ ഏതാണ്ട് 200ഓളം ഹാജിമാരെ നമ്മൾ വീൽ ചെയറിൽ ഇരുത്തി തവാഫും സയ്യും ചെയ്തിട്ടുണ്ട്. ഏതാണ്ട് ഹജ്ജിന് ശേഷം രോഗികളായവരും മിനായിലും അറഫയിലൊക്കെ പോയി സുഖമില്ലാതെ വന്ന ഒരുപാട് ഹാജിമാര് ഇനിയും നമുക്ക് വീൽ ചെയർ ചെയ്യാനുണ്ട്. ഇപ്പോ ഇതാ ഇവിടെ വീൽ ചെയറിനുള്ള ആളുകളെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വീൽ ചെയർ വിങ് ഈ പ്രാവശ്യം വളരെ മികച്ച രീതിയിലാണ് പ്രവർത്തനങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞാപ്പ പൂക്കോട്ടൂർ സാഹിബിന്റെ വിശേഷങ്ങളാണ്. ഇന്നും വീൽ ചെയറിന്റെ ആളുകൾ ഇന്നും ഹാജിമാരെ കൊണ്ടുപോകുവാൻ തയ്യാറെടുക്കുകയാണ്. നമ്മുടെ മുസ്തഫ മലയിൽ സാഹിബും അതുപോലെ തന്നെ റൌഫ് സാഹിബും സയ്യിർ സാഹിബും അനീഷ് സാഹിബും ഒക്കെ ഇവിടെ നമുക്ക് മുസ്തഫ മലയിൽ സാഹിബ് നമ്മോടൊപ്പം ഉണ്ട്. എങ്ങനെയാണ് നമ്മുടെ വീൽ ചെയർ വിങ്ങിനെ കുറിച്ച് എന്ത് പറയാനുള്ളത്? മാഷാ അല്ലാഹ്, ഇത്തവണത്തെ മക്ക KMCCയുടെ ഹജ്ജ് സെല്ലിലെ ഏറ്റവും പവർഫുൾ ആയിട്ട് വർക്ക് ചെയ്തൊരു വിങ് അത് ശരിക്കും നമ്മുടെ വീൽ ചെയർ വിങ് ആണ്. നമുക്ക് അഭിമാനത്തോടുകൂടെ പറയാൻ കഴിയും. നമ്മുടെ ഹാജിമാര് വന്നിറങ്ങിയ അന്നുണ്ട്. ആദ്യം നമ്മൾ എടുത്തിരുന്നത് വീൽ ചെയർ വിങ് ഏറ്റെടുത്തത് സ്വന്തമായി ഉംറ ചെയ്യാൻ കഴിയാത്ത ഹാജിമാരൊക്കെ ഉംറയുടെ ഇഹ്റാമിലായിരുന്നല്ലോ വന്നിരുന്നത്. സ്വന്തമായി ഉംറ ചെയ്യാൻ കഴിയാത്ത ഹാജിമാരെ ഉംറ ചെയ്യിപ്പിക്കാനായിരുന്നു വീൽ ചെയർ വിങ് ആദ്യം ഏറ്റെടുത്തത്. അതിനുശേഷം ഹജ്ജിന്റെ കർമ്മങ്ങളിലേക്ക് പ്രവേശിച്ചപ്പോൾ ഹജ്ജിന്റെ തവാഫും സഅയും ചെയ്യാൻ കഴിയാത്ത ആളുകളെ ചെയ്യിപ്പിക്കാനും ജംറയിലേക്ക് മിനാ ടെന്റുകളിൽ നിന്ന് വളരെ ചൂടുള്ള കാലാവസ്ഥയിലും കത്തിജ്വലിക്കുന്ന സൂര്യന് താഴെ നശം നമ്മുടെ വളണ്ടിയർമാര് ജംറയിലേക്ക് കല്ലെറിയിപ്പിക്കാൻ കൊണ്ടുപോയ ഒരു കാഴ്ചയുണ്ട്. ഹൃദയഭേദകമായ കാഴ്ചയായിരുന്നു. അതായത് ഒരു സാധാരണ മനുഷ്യന്, ആരോഗ്യമുള്ള ഒരു മനുഷ്യന് ഒറ്റക്ക് നടക്കാൻ പോലും കഴിയാത്ത കാതങ്ങൾ താണ്ടി കിലോമീറ്ററുകൾ താണ്ടിയുള്ള ആ ജംറ മിഷൻ, അത് വീൽ ചെയർ വിങ്ങിന്റെ വളരെ മികച്ച ഒരു പ്രവർത്തനമായിരുന്നു. അതിനുശേഷം ഇന്ന് വരെ ഞാൻ കാണുകയുണ്ടായി നിങ്ങളുടെ പ്രാർത്ഥന, കൂട്ടപ്രാർത്ഥന വീൽ ചെയറിലൂടെ നമ്മുടെ ഹാജിമാർക്കുള്ള ആ ഒരു പ്രാർത്ഥന സമയത്ത് നിങ്ങൾക്കുണ്ടായ ആ ഒരു അനുഭവം ഹജ്ജാജിമാരുടെ ഒരു സെക്കൻഡ് മിഷനിലായിരുന്നു. ആദ്യത്തെ ദിവസം നമ്മളിങ്ങനെ ഒറ്റയോ തെറ്റായിട്ട് ആളുകളെ ഇങ്ങനെ ഉംറക്ക് കൊണ്ടുപോകുന്നു, തവാഫിന് സഅയിനും കൊണ്ടുപോകുന്നുണ്ടെങ്കിലും 10 ആളുകളെ 5 ആളുകളെ 6 ആളുകളെയൊക്കെ തവാഫിന് സഅയിനും കൊണ്ടുപോകുന്നുണ്ടെങ്കിലും കൂട്ടമായി ഹാജികളുടെ റിക്വസ്റ്റ് പരിഗണിച്ചുകൊണ്ട് ഒരു തവണ 88 ഹാജിമാരെയും രണ്ടാമത്തെ തവണ 50 ഹാജിമാരെയും മക്ക KMCC സെൻട്രൽ കമ്മിറ്റി കീഴിലുള്ള ഹജ്ജ് സെല്ലിന് കീഴിൽ നമ്മൾ കൊണ്ടുവന്നു. ഹാജിമാരുടെ ഒരു സന്തോഷം ആ ഒരു സമയത്ത് നമ്മൾ കാണുമ്പോൾ അത് നമുക്ക് അറിയാതെ സ്പോണ്ടേനിയസ് ആയിട്ട് വരുന്ന ഒരു സംഗതിയാണ്. അതിൽ നമ്മൾ അലിഞ്ഞു ചേർന്നുകൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് വരുന്ന ഒരു വികാരം ഉണ്ടല്ലോ, ആ വൈകാരിക പ്രതലത്തിൽ വരുന്ന പ്രാർത്ഥനയും അത് നമ്മളും അതിനോട് അങ്ങോട്ട് ചേരാണ്. അത് അങ്ങനെ വരുന്ന ഒരു സംഗതിയാണ്. അൽഹംദുലില്ലാഹ്, വലിയ മക്ക KMCCയുടെ ഓരോ വളണ്ടിയർക്കും ഈ ഹജ്ജ് സേവന രംഗത്തുള്ള എല്ലാവർക്കും, എല്ലാ സന്നദ്ധ സേവകർക്കും അഭിമാനിക്കാവുന്ന ഒരു പ്രവർത്തനമാണ് ഇത്. ഒരിക്കലും ഹറമ് കാണാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന ഹജ്ജുമ്മമാരെ കൺകുളിർക്കെ ഹറമ് കാണുകയും അവരുടെ കർമ്മങ്ങളൊക്കെ വളരെ ഭംഗിയായി നിർവഹിക്കുക എന്നുള്ളത് അത് ഏതൊരു വളണ്ടിയറെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ ഒരു കാര്യം. നമ്മുടെ തവാഫ് വിങ് വളരെയേറെ വിജയകരമായിട്ടാണ് 100ഓളം ഹാജിമാരെ തവാഫ് ചെയ്തും സഅയ് ചെയ്തും ആരാരുമില്ലാത്ത നമ്മുടെ ഹജ്ജാജിമാരെ നമ്മുടെ എല്ലാ വളണ്ടിയേഴ്സും കൂടി അതിനൊക്കെ ചുക്കാൻ പിടിച്ചുകൊണ്ട് ഹറമിൽ പോയി തവാഫ് ചെയ്ത് സമയം പുലർച്ചയോടെ തിരിച്ചെത്തുന്ന സമയത്താണ് നമ്മൾ കാണപ്പെടുന്നത്. ഇൻഷാ അല്ലാഹ് വരും വർഷങ്ങളിൽ ഒരുപാട് ഹാജിമാരെ തവാഫ് ചെയ്യുവാനും സഅയ് ചെയ്യാൻ നമ്മുടെ തവാഫ് വിങ്ങിന് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ക്യാമറമാൻ അസീം മേൻമൂറിനൊപ്പം ഹുസൈൻ തറ്റത്ത്.